നാട്ടിലൊക്കെ കിട്ടുന്ന തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന കപ്പയും പോട്ടിയുടെ രുചിയൊക്കെ എപ്പോഴും ഓർമ്മ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും പോട്ടിയാണ്. ഇവിടെ പോട്ടി ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള, ഒരു പിടി ചെറിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ 2 തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി, ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത പോട്ടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഞാൻ നെയ്യ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച കപ്പ, നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന കപ്പയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും പോട്ടിയും റെഡിയാവും. അപ്പോൾ ഇതിൽ വെള്ളം വറ്റുന്ന വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രനായിട്ടുള്ള കപ്പയും പോട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.